ഗുരുവിന്റെ വിപ്ലവമാണ് ആധുനിക കേരളം. വർഷം 1888 മാർച്ച് 11. ജാതിച്ചെളിക്കുണ്ടിൽ ഉളഞ്ഞുകിടന്ന കേരളം. ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ക്ഷേത്രപ്രവേശനം പോയിട്ട് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴി നടക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഇരുൾക്കാലം. അന്നൊരു ശിവരാത്രി ഒരു 33കാരൻ അരുവിപ്പുറത്ത് നെയ്യാറിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. നിവർന്നത് ശിവലിംഗ സമാനമായ ഒരു കല്ലുമായി. ആ തീരത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠാവകാശം ജന്മസിദ്ധമെന്ന കൊടും കള്ളത്തിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണ്യം ഞെട്ടി. അവരോട് അത് നമ്മുടെ ശിവനാണെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മറുപടി. അത് ഒരു പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല, നവകേരളത്തിൻ്റെ തറക്കല്ലായിരുന്നു. വ്യവസ്ഥിതിയെ മാറ്റിമറിച്ച വിപ്ലവം, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന പ്രഖ്യാപനം. ഇരുൾമൂടിയ നാട്ടിലേക്ക് പ്രകാശം പടർന്നു. ഏതെങ്കിലും മതവുമായോ ജാതിയുമായോ തനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഗുരു. മനുഷ്യാണാം മനുഷ്യത്വം. നരജാതിയിൽ പിറന്നവർക്ക് ഒരു ജാതി, മനുഷ്യജാതി. മനുഷ്യന് ഒരു മതം, മനുഷ്യത്വം. ലോകത്തോളം പ്രകാശം പരത്തി നിൽക്കുന്ന മഹാഗുരുവിന് ഇന്ന് ജയന്തി.